ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിപ്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇത് ഏത്തയ്ക്ക ഉപ്പേരിയല്ല കേട്ടോ, പക്ഷേ അതുകൂട്ട് തന്നെ ടേസ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഉപ്പേരിയാണ്. ഞാനൊരു കഷ്ണം കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് ഈ ഉപ്പേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉപ്പേരിക്കായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു കായാണ്. എൻ്റെ നാട്ടിൽ ഇതിന് പറയുന്നത് മൈസൂർ പൂവൻ എന്നാണ്. ഹസ്ബൻഡിൻ്റെ ഒക്കെ നാട്ടിൽ പറയുന്നത് സഹസ്രപൂവൻ എന്നാണ്. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇത് പഴുത്താൽ മധുരമൊക്കെ ഉണ്ട്, പക്ഷേ കഴിക്കാൻ ഒരു ടേസ്റ്റ് തോന്നത്തില്ല. പക്ഷേ ചിപ്സിനും തോരനും ഒക്കെ അടിപൊളിയാണ്. വിളഞ്ഞ 3-4 കടലക്കായാണ് ചിപ്സിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ കായുടെ തൊലി കളഞ്ഞെടുക്കാവൂ. ഏത്തക്കയുടെയൊക്കെ തൊലി കളഞ്ഞ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുമല്ലോ, അതുകൂട്ട് തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. കായുടെ രണ്ടറ്റവും ചെത്തി കളഞ്ഞ ശേഷം കത്തി കൊണ്ട് നീളത്തിൽ 3-4 വര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തൊലി പൊളിച്ചെടുക്കണം. ഏത്തക്കായുടെയൊക്കെ തൊലി പൊളിക്കുന്ന അതേ കൂട്ട് തന്നെ. ഇങ്ങനെ തൊലി പൊളിച്ചെടുത്ത കായ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ കായ കറ പോകാനായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ടിരിക്കണം. അതിനുശേഷം 3-4 പ്രാവശ്യം കഴുകി വെള്ളം പോകാനായിട്ട് ഒരു കിഴുത്ത പാത്രത്തിൽ എടുത്ത് വെക്കണം. വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതേ അരിഞ്ഞെടുക്കാം. കായുടെ വീതി കുറവുള്ള രണ്ടറ്റവും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം കായ അരിഞ്ഞെടുക്കാനായിട്ട്. തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കരുത്. അങ്ങനെ വരുമ്പോൾ വറുത്തെടുക്കുമ്പോൾ പേപ്പർ പോലിരിക്കും. ഒരു പൊടി കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാൻ. ഇങ്ങനെ എല്ലാ കായും അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു കട്ടിക്കാണ് കായെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കിലോ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാവൂ. ഓയിൽ നല്ലവണ്ണം ചൂടായോ എന്നറിയുന്നതിന് ഒരു കഷ്ണം അരിഞ്ഞ കായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് താഴോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നാൽ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. കൂടി കിടക്കുന്ന പോലെ കായിട്ട് കൊടുക്കാതെ എണ്ണയിൽ മുങ്ങി കിടക്കുന്നത് പോലെ കായിട്ട് കൊടുക്കാവൂ. കായിട്ട് കൊടുത്ത ശേഷം തവിയുണ്ട ഒന്ന് ലെവലാക്കി കൊടുക്കാം. കായ ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം മാത്രമേ തവിയുണ്ട ഇളക്കി കൊടുക്കാവൂ. ഇട്ട ഉടൻ തന്നെ തവിയുണ്ട ഇളക്കി കൊടുത്താൽ കായെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഒഴിവാക്കാനാണ് ഇട്ട ഉടൻ തന്നെ കായ ഇളക്കി കൊടുക്കരുതെന്ന് പറയുന്നത്. 3-4 മിനിറ്റിന് ശേഷം കായ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എണ്ണയിലുള്ള പത പൂർണ്ണമായിട്ട് മാറുമ്പോഴാണ് കാ മൂത്ത് വരുന്നത്. അതുവരെ കായ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എണ്ണയുടെ പതയെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. കായ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടി കലക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം വറക്കുന്നതായതുകൊണ്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് വറക്കുന്നതിനെല്ലാം ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഉപ്പിൻ്റെ അംശം ആ ഓയിലിൽ ബാക്കി കാണുമല്ലോ. പിന്നീടിടുന്ന കായിലേക്ക് അത് പിടിച്ചുകൊള്ളും. അതുപോലെ ഇതിൽ കുറച്ച് മഞ്ഞളും കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഈ കാ കൊണ്ടുള്ള ഉപ്പേരിക്ക് വെള്ള കളറായിരിക്കും വറുത്തെടുത്താലും. ഇപ്പോൾ ഏത്തയ്ക്കയൊക്കെ വറക്കുന്ന പോലെ ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കുറച്ച് മഞ്ഞൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുവെള്ളം ചേർത്ത് 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ചിപ്സ് നല്ലവണ്ണം ക്രിസ്പിയായി വന്നിരിക്കും. ഇത് ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ലവണ്ണം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇളക്കുമ്പോൾ ഇതുപോലെ കിലുകിലാന്ന് സൗണ്ട് കേൾക്കും. അന്നേരം മനസ്സിലാക്കിക്കോണം നല്ലവണ്ണം മൂത്ത് വന്നെന്നേ. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. മൂത്ത് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പിന്നീട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ. മഞ്ഞൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തുകൊണ്ട് മഞ്ഞ കളറിൽ തന്നെ ചിപ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ചിപ്സ് 1 മാസമൊക്കെ കേടുകൂടാതിരിക്കും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു.
നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.